ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൽ മാത്രമല്ല സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിലും മഹാത്മാഗാന്ധി നിസ്തുലമായ പങ്ക് വഹിച്ചുവെന്ന RSS നേതാവ് മോഹൻ ഭഗവതിന്റെ പ്രസ്താവന വലിയ ആശ്വാസത്തോടെയാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം നമുക്കറിയാം ഗാന്ധിയൻ ആദർശങ്ങളും RSS ചിന്താഗതിയും ഒരിക്കലും ഒന്നു ചേർന്ന് പോകുന്ന ഒന്നല്ല. അങ്ങനെയുള്ള RSS ഇപ്പോഴും ഗാന്ധിയെ തള്ളിപ്പറയുന്നില്ല എന്നുള്ളത് തികച്ചും ആശ്വാസകരം തന്നെയാണ്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ പോലും അറിയാതൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണസിരാകേന്ദ്രങ്ങളിലെ ഓരോരോ സ്ഥാനങ്ങളും ക്രമേണ RSS കൈയടക്കുകയാണ്. അത് പ്രധാനമന്ത്രിയാണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് ആണ്, RSS പ്രചാരകനാണ്. അങ്ങനെ നമ്മുടെ NSSന്റെ ഭാഷയിൽ പറഞ്ഞാൽ താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം RSSഉം RSS അനുഭാവികളും വന്നു കഴിയുമ്പോൾ പിന്നെ RSSന്റെ ചിന്താസരണിയിലേക്ക് ഭാരതം തന്നെ ക്രമേണ മാറ്റപ്പെടുകയാണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. BJP എന്ന് പറയുന്നവരും ഡമ്മി മാത്രം. ഇപ്പൊ BJP എല്ലാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് RSS നേരിട്ടാണ്. ആരൊക്കെ എന്തൊക്കെ എതിർപ്പ് പറഞ്ഞാലും ഇന്ത്യയുടെ സത്വം അല്ലെങ്കിൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി തന്നെയാണ്. ശരിയാണ്, അക്രമം ഉണ്ടാവുന്നുണ്ട്, വർഗീയ കലാപങ്ങൾ ഉണ്ടാവാറുണ്ട്. എങ്കിൽ പോലും ഇന്ത്യ എന്ന് പറയുന്നത് ഗാന്ധിയൻ ചിന്താഗതി തന്നെയാണ്. അഥവാ അങ്ങനെ ആയി തീരേണ്ടതാണ്. അങ്ങനെയാവുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേസമയം RSSന്റെയോ അവർ ചിന്തിക്കുന്നത് സവർക്കറിന്റെ മാർഗത്തില് അല്ലെങ്കിൽ ഗോഡ്സെയുടെ മാർഗത്തില് അങ്ങനെ ചിന്തിക്കാനാവുകയുള്ളൂ. അതാണ് അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറുവാൻ അവർക്കാവുകയില്ല. പക്ഷെ ഇപ്പോഴും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഗാന്ധിയെ ആദരിക്കുന്നത് കൊണ്ട് അവരും അത് തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. എത്ര കാലം തുടരുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, സവർക്കറിന്റെ ആശയങ്ങളും ഗാന്ധിയുടെ ആശയങ്ങളും ഒരിക്കലും ചേർന്ന് പോവുകയില്ല. എന്തുകൊണ്ടാണ് ശ്രീമാൻ ഗോഡ്സെ ഗാന്ധിയെ വധിക്കുവാനിടയായത്? നമ്മളൊക്കെ പാഠപുസ്തകങ്ങളിൽ പണ്ട് പഠിച്ചിരുന്നത് ഒരു മതഭ്രാന്തന് വെടിവെച്ചു എന്നാണ്. മതഭ്രാന്തനൊന്നുമല്ല, കരുതിക്കൂട്ടി പ്ലാൻഡായി അദ്ദേഹത്തെ വധിച്ചതാണ് രാഷ്ട്രീയ കൊലപാതകം അല്ലെങ്കിൽ അസാസിനേഷൻ. കാരണം അവരുടെ അഭിപ്രായത്തില് ഗാന്ധി എന്ന് പറയുന്നത് പാകിസ്ഥാനെ പിന്തുണച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, വിഭജനം പൂർത്തിയായപ്പോ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആസ്തി പങ്കിട്ടപ്പോ 85% സ്വത്തുക്കളും ഇന്ത്യക്ക് ലഭിച്ചു. വെറും 15% മാത്രമേ പാകിസ്ഥാന് ലഭിച്ചുള്ളൂ. പിരിഞ്ഞു പോകുന്ന പാകിസ്ഥാന് അന്നത്തെ കാലത്ത് 52 കോടി രൂപ കൊടുക്കണമെന്നായിരുന്നു വ്യവസ്ഥ. പക്ഷെ അത് കൊടുക്കുവാൻ സ്വതന്ത്ര ഭാരതം തയ്യാറായില്ല. പക്ഷെ ഗാന്ധി പറഞ്ഞു, തീർച്ചയായും ആ പണം കൊടുക്കുക തന്നെ വേണം. ആ പണം കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു ഗാന്ധിയുടെ അവസാനത്തെ നിരാഹാര സമരം. അതുകൊണ്ട് ഹിന്ദു മഹാസഭയുടെ ചില നേതാക്കന്മാര് സവർക്കർ നേതൃത്വത്തിൽ ഒത്തുകൂടുകയും ഗാന്ധിയെ വധിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. അതല്ലാതെ ഏതെങ്കിലും മതഭ്രാന്തം വന്നങ്ങ് വെടിവെച്ചിട്ട് പോയതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് RSS ചിന്താഗതിയിലേക്ക് ഇന്ത്യയെ പറിച്ചു നടുവാനുള്ള ഗൂഢമായൊരു പരിശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രം പോലും മാറ്റി എഴുതപ്പെടുന്നുണ്ടോ നമ്മളറിയാതെ. പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച ചരിത്രങ്ങളൊക്കെ മുഗൾ ഭരണകാലം അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഭരണകാലം അതൊക്കെ പറിച്ചു മാറ്റപ്പെടുകയാണ്. ഇക്കാലം അത്രയും പഠിച്ച കോൺഗ്രസ് ചരിത്രവും ഗാന്ധി ചരിത്രവും ഒക്കെ പറിച്ചു മാറ്റപ്പെടുകയാണ്. അങ്ങനെ RSS അനുകൂലമായൊരു ചിന്താഗതി ഇവിടെ വളർത്തിയെടുക്കുകയാണ്. നമ്മൾ പോലും അറിയുന്നില്ല. ഇനി എത്ര കാലം ഗാന്ധി ഇവിടെ രാഷ്ട്രപിത തുടരുമെന്നുള്ളത് പോലും സംശയിക്കേണ്ടി വരും. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഭാവിയിൽ ഈ ഗാന്ധിയൻ തത്വസംഹിതയൊക്കെ പറിച്ചു മാറ്റപ്പെടും. ഈ BJPയും RSSഉം ഏറെക്കാലം അധികാരത്തിൽ ഇരുന്നാൽ കുറെ കാലം കൂടിയെങ്കിലും ഈ ഗാന്ധി ജയന്തി ഇങ്ങനെ തന്നെ ആഘോഷിക്കപ്പെടുവാൻ ഇടയാക്കപ്പെടുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. താങ്ക് യു.